മത്സരമാണ് കോൽക്കളി. ഓക്കെ, സെറ്റ് അല്ലേ? പവർ അല്ലേ? ഉഷാറല്ലേ? ഓക്കെ, യെസ്. ഈ പറഞ്ഞുണ്ടായ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ അല്ലേ? ഞങ്ങൾ റെഡി അല്ലേ? സെറ്റ്. ഓക്കെ, അടിപൊളി. അതിഗംഭീരം. ആ ടൈമിംഗ് ആണ്. കാരണം ചെറിയൊരു സ്പേസിൽ അവർ നോക്കി എന്തൊരു മൂവ്മെന്റ് ആയിരുന്നു. ഒരാളും തമ്മിലിടിക്കാതെ അല്ലേ? സ്റ്റേജിലെ സ്ഥലം പോലും സത്യത്തിൽ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങൾ അതിനകത്ത് ഏത് ടെറൈനിലും എവിടെയും ഈ കോൽക്കളി നടത്താൻ കഴിയുന്ന വിധമാണ് നിങ്ങളൊരു പരിശീലനം നേടിയിട്ടുള്ളത് അല്ലേ? ഞങ്ങൾ 5 മാസത്തോളം കഠിന പ്രാക്ടീസാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞങ്ങൾ 5 വർഷത്തോളം ഇതുവരെ ഞങ്ങൾ സ്റ്റേറ്റ് അടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങളെ ട്രെയിനർ എന്ന് പറയുന്നത് മറൂഫ് കോട്ടക്കലും ഞങ്ങൾ സാർമാർ വന്നിട്ടുണ്ട്. സാർമാരിത് ഉണ്ട് ഏറ്റവും. യെസ് സാർമാരെ, ഹായ് ഹായ് ഹായ്. സാർമാരില്ല എന്ത് പിള്ളേര് അല്ലേ? എല്ലാവരും ഉണ്ടോ? ഓ, എല്ലാവരും ഉണ്ട്. പിള്ളേർ ഉഷാറായിട്ട് ഞങ്ങൾക്ക് പോലും ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം ഇത്രയും ചെറിയ സ്പേസിലുണ്ടല്ലോ ഇവരുടെ ആ മൂവ്മെന്റിൽ ഒരിടത്ത് പോലും തമ്മിൽ ക്ലാഷ് ഇല്ലാതെ ഭയങ്കര രസമായിട്ട് അവർ ചെയ്തു. ഗംഭീരമായിട്ടുള്ളൊരു പ്രാക്ടീസ്. ഓക്കെ, എല്ലാ വർഷവും നിങ്ങൾ ഷുവർ ബെറ്റാണോ സ്കൂള്? 5 വർഷമായിട്ട് 5 വർഷം കേട്ടോ. 5 വർഷം വെറും 5 വർഷം. ചെറുളമ്പിലെ ടീം തന്നെയാണ് ഏകദേശം 5 വർഷത്തോളായിട്ട്. അവിടുന്ന് പോകുന്ന ഗ്രേഡ് ഉറപ്പാ? എ ഗ്രേഡ് ഉറപ്പാ? അതെ അതെ, അത്രത്തോളം അവർ കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിന്റെ റിസൾട്ടാണ് ഈ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി ഇവർക്ക് എന്ത് ഭക്ഷണമാണ് മേടിച്ചു കൊടുക്കുന്നത്? ഇന്ന് ഇത്രയും അധ്വാനിച്ചല്ലോ പിള്ളേര്. എന്ത് മേടിച്ചു കൊടുക്കുന്നത്? നൈറ്റ് ഡിന്നർ എന്താ? മിണ്ടുന്നില്ല. മലപ്പുറത്തല്ലേ? തിരുവനന്തപുരത്ത് വന്നിട്ട് മന്തി തന്നെ. നോക്കട്ടെ തിരുവനന്തപുരം മന്തി എങ്ങനെയുണ്ട്. അത് ശരി, അതിനെ കുറ്റം പറയാനാ? ഈ മന്തി ഇത് വല്ലതും ആണോ? മലപ്പുറത്ത് വരണ്ടേന്ന് പറയും, ഉറപ്പായി പറയും. എന്തായാലും നല്ലൊരു ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. സാധാരണ ഈ കോൽക്കളി മത്സരം കാണുമ്പോഴേ ഈ കോല് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു പോകും, ആരുടെങ്കിലും ദേഹത്ത് പറ്റുമെന്നൊക്കെ ഞങ്ങൾക്ക് ഒരു ചങ്കിടിപ്പാണ്. അതാ പറഞ്ഞേ, ശ്രദ്ധിക്കേണ്ട അമ്പാനെന്ന് പറയാറുണ്ടോ കുട്ടികളോട്? അതുകൊണ്ട് ഇവന്റെ കണ്ണു പോയിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വന്നുള്ളൂ. ഇന്നടക്കം കണ്ണട മാറ്റി. പഠിപ്പിക്കുന്ന ആശാനാരാ? ആണല്ലേ? സാർമാർക്ക് അറിയോ ഇത്? കുഞ്ഞാശാൻ അല്ലേ? മൂവ്മെന്റ് ഒക്കെ എങ്ങനെയാണെന്ന് ചോദിക്കണമെന്നുണ്ട്. മൂവ്മെന്റ് ഒക്കെ ഇവിടെ ചെയ്യിക്കുക. ഒന്ന് അതിന്റെ ചുവടുകൾ. ആ ചുവടുകൾ, അതായത് ഓരോ ഈ കോസ്റ്റ്യൂമും ഇതൊന്നും ഇല്ലാതെ 2 ചുവട് എനിക്ക് വേണ്ടി പ്ലീസ് പ്ലീസ് പ്ലീസ്. അതുകൂട്. എന്താണിത്? പാട്ട് മതിയോ? പാട്ട് മതിയോ? എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്കിത് കാണണം. പൊളി തകർത്ത്. ഈ കൂട്ടത്തിൽ പിടിക്കുന്നതിനേക്കാൾ 1-2 പേരെ ഇങ്ങോട്ട് മാറ്റി നിർത്തി ചെയ്തപ്പോൾ ആ ചൂടൊക്കെ നമുക്ക് കുറച്ചുകൂടെ ആസ്വദിക്കാൻ കഴിഞ്ഞു. അതിന്റെ ഒരു വല്ലാത്ത റിതമുണ്ട്. ഭയങ്കര ആക്യുറേറ്റ് ആവണം അല്ലേ? ആശാനി ഷർട്ട് ആയതുകൊണ്ട് ഇത്തിരി പണി കിട്ടി. ഷർട്ടേ കുരുങ്ങി അല്ലേ? എന്നിട്ട് നൈസായിട്ട് ആരും അറിയാത്ത പോലെ. ഓക്കെ, താങ്ക് യു.